ദൈവം നല്ലവൻ. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ യോഹന്നാൻ അപ്പോസ്തലനിലൂടെ കർത്താവായ ക്രിസ്തുയേശു പത്മോസിൽ ആയിരുന്ന സമയത്ത് അവിടെയുള്ള ഏഴ് സഭകൾ അത് ഇന്ന് ടർക്കിയിലാണ്, എഫേസോസ് തൊട്ടുള്ള സഭകൾ. ആ സഭകൾക്ക് കത്തെഴുതുവാൻ നിർദ്ദേശിക്കുകയും അങ്ങനെ കർത്താവ് കൊടുത്ത വാമൊഴികളെ യോഹന്നാൻ എഴുതിയെടുത്ത് പേഴ്സണൽ ലെറ്റേഴ്സായിട്ട് അവർക്ക് കൊടുക്കുന്നതോടൊപ്പം വെളിപ്പാട് പുസ്തകം എന്നുള്ള പുസ്തകവും അവരുടെ എല്ലാം പൊതു വായനയ്ക്കായിട്ട് കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് ഓരോ സഭയ്ക്കുമുള്ള കത്തുകൾ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അതിൻ്റെ അർത്ഥം ഇത് ആ സഭകൾക്ക് മാത്രമോ ആ കാലയളവിലുള്ളവർക്കോ മാത്രമല്ല, എല്ലാ കാലഘട്ടങ്ങളിലും സഭ ഉൾപ്രയാണം ചെയ്യുന്നതുവരെയുള്ള എല്ലാ കാലഘട്ടങ്ങളിലും ഉള്ളവർക്ക് വേണ്ടിയാണ് എന്നുള്ള ആഹ്വാനം ഓരോ ലെറ്ററിൻ്റെ ഒടുവിൽ നമുക്ക് ലഭിക്കുന്നു. ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നുള്ള പ്രസ്താവനയിലൂടെ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് തുദൈരയിലെ സഭയ്ക്കുള്ള കത്താണ്. അത് 4ാമത്തെ സഭയാണ്. നമുക്ക് വായിക്കാം. അത് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 18 തൊട്ടുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. തുദൈരയിലെ സഭയുടെ ദൂതൻ എഴുതുക: അഗ്നിയാലയ്ക്ക് ഒത്ത കണ്ണും വെള്ളോട്ടിന് സദൃശ്യമായ കാലുമുള്ള ദൈവപുത്രൻ അരുളിച്ചെയ്യുന്നത്, ഞാൻ നിൻ്റെ പ്രവൃത്തിയും നിൻ്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിൻ്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിൽ ഏറെയെന്നും അറിയുന്നു. എങ്കിലും താൻ പ്രവാചക എന്ന് പറഞ്ഞ് ദുർനടപ്പാചരിപ്പാനും വിഗ്രഹാദിർ അർപ്പിതം തിന്മാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്നവരെ അവരുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലും ആക്കിക്കളയും. അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായെന്നറിയുന്നവൻ എന്ന് സകല സഭകളും അറിയും. നിങ്ങളുടെ പ്രവർത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും. എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താൻ്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും തുദൈരയിലെ ശേഷം പേരോട് വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല. എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവീൻ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയ്ക്കും. അവർ കുശവൻ്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും. ഞാൻ അവന് ഉദയനക്ഷത്രവും കൊടുക്കും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. Once again greeting you all of you in the precious name of our Lord and Savior Jesus Christ. സൂമിലൂടെയും ഇവിടെ കടന്നു വന്നും ദൈവവചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ ലെറ്റർ ഈ തുയഥൈര സഭ എഴുതുന്ന ലെറ്ററാണ് ഈ 7 സഭകൾക്ക് എഴുതുന്ന ലെറ്ററിലേക്ക് ഏറ്റവും നീണ്ട കത്ത്. ഈ പെർഗമോസിൽ നിന്നും ഏതാണ്ട് 40 മൈൽ വരെ തെക്ക് കിഴക്കായി കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ തുയഥൈര എന്നും അല്ലെങ്കിൽ മലയാളത്തിൽ തുയഥൈര എന്ന് എഴുതിയിരിക്കുന്നതായ ഈ സ്ഥലം. ലൈക്കസ് നദിക്ക് സമീപം സ്ഥിതി ചെയ്യുന്നു. ഇതിൻ്റെ അടുത്തൂടെ ഒരു ഹൈവേ കടന്നു പോകുന്നുണ്ട് ഈ സ്ഥലത്തൂടെ. അത് പെർഗമോസ് തൊട്ട് ഫിലദൽഫിയ വരെ നീണ്ടു കിടക്കുന്ന ഒരു ഹൈവേ ആണ്. അത് ഈ തുയഥൈര ഇതിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതൊരു ബിസിനസ് സെൻ്ററായിട്ട് ആ കാലത്ത് ശോഭിച്ചിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അലക്സാണ്ടർ ചക്രവർത്തിയുടെ സഹോദരി ഭർത്താവായ സെലൂക്കസിൻ്റെ കീഴിൽ 4 പേരുടെ കീഴിലായിട്ട് ഗ്രീക്ക് സാമ്രാജ്യം വിഭജിക്കപ്പെട്ടു അലക്സാണ്ടറുടെ മരണശേഷം. അലക്സാണ്ടറുടെ സഹോദരി ഭർത്താവായ സെലൂക്കസിൻ്റെ അണ്ടറിലുള്ള ഒരു സ്ഥലമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ക്യാപിറ്റൽ പോലെ എന്ന് പറയാൻ പാടില്ല, ബിസിനസ്സിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. പ്രൈസ് ദ ലോർഡ്. ഇവിടെ പരുത്തിച്ചെടി ധാരാളം ഉണ്ടായിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ ഡൈ ചെയ്യുവാനുള്ള ഒരു സൈസ് ചുവന്ന കളറിലുള്ള ഒരു കിഴങ്ങ് വർഗം ഉണ്ടാകുന്ന സ്ഥലമായിരുന്നു. അതുകൊണ്ട് ആ കാലത്ത് ഏറ്റവും എക്സ്പെൻസീവായിട്ടുള്ള പർപ്പിൾ കളറിലുള്ള രാജകീയമായ റോയൽ ക്ലോത്തുകളൊക്കെ ഡൈ ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. ഇവിടെ കോട്ടൺ,
അതുപോലെ ലിനൻ, അതുപോലെ ഈ ആടുകളെ, ചെമ്മരി ആടുകളെ കൃഷി ധാരാളമായിട്ട് ഉണ്ടായിരുന്നതുകൊണ്ട് കമ്പിളി വസ്ത്രങ്ങൾ, കോട്ടൺ, ഇതെല്ലാം വസ്ത്രങ്ങൾ, വിവിധ രീതിയിലുള്ള വസ്ത്രങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. നമുക്കറിയാം, ഈ ദേശക്കാരിയായിരുന്നു നമ്മൾ യൂറോപ്പിലെ ആദ്യ ദൈവവചനം കേട്ട ലിദിയ എന്ന് പറയുന്ന ആ സഹോദരി. ആ സഹോദരി സ്നാനപ്പെട്ടപ്പോൾ അവൾ മാത്രമല്ല സ്നാനപ്പെട്ടത്, അവളുടെ കൂടെ വിശ്വാസത്തിലേക്ക് അവളുടെ കുടുംബത്തിലും ചാർച്ചയിലും പെട്ട അനേകർ രക്ഷ പ്രാപിച്ചിരുന്നു. അങ്ങനെ യൂറോപ്പിൽ ഈ പറയുന്ന അന്ന് യൂറോപ്പിൻ്റെ അണ്ടറിലാണ്, റോമാ സാമ്രാജ്യത്തിൻ്റെ അണ്ടറിലാണ് ഈ സ്ഥലം. ഇന്നത്തെ ടർക്കിയിലാണെങ്കിൽ പോലും, എങ്കിലും അന്നത് റോമാ സാമ്രാജ്യത്തിൻ്റെ അണ്ടറിലാണ്, യൂറോപ്പിൻ്റെ ഭാഗമാണ്. അപ്പോൾ യൂറോപ്പിലെല്ലായിടവും സുവിശേഷം പരക്കുവാൻ ഈ ലിദിയയിലൂടെ ദൈവം ഉപയോഗിച്ചു. അതുകൊണ്ട് സുവിശേഷീകരണത്തിന് സ്ത്രീകൾക്കൊരു വലിയ പങ്കുണ്ട്. ലിദിയയെ യൂറോപ്പിൻ്റെ ആദ്യത്തെ മിഷണറിയാക്കി ദൈവത്തിന് രൂപാന്തരപ്പെടുത്തുവാൻ സാധിക്കുമെങ്കിൽ സഹോദരിമാരെ ഈ കാലഘട്ടത്തിലും ദൈവത്തിന് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ള ഒരു അറിവാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്ന് മാത്രമല്ല, ഇതൊരു സൈനിക താവളമായിരുന്നു, മിലിറ്ററിയുടെ ഒരു ക്യാമ്പസ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ റോമാ സാമ്രാജ്യത്തിന് വേണ്ടി നിലനിന്ന ഒരു ഗ്രീക്കുകാരുടെ ശേഷം നിലനിന്ന ഒരു സ്ഥലമാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ സൂര്യദേവനെയാണ് അവർ മുഖ്യമായിട്ട് ആരാധിച്ചുകൊണ്ടിരുന്നത്. ഗദയും കോടാലിയുമൊക്കെ ആയുധങ്ങളായി ഉപയോഗിക്കുന്ന സൂര്യദേവൻ്റെ ഒരു മൂർത്തി ഉണ്ടാക്കി അതിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് മെയിനായിട്ട് അവിടെ ഉണ്ടായിരുന്നത്. ഇന്നത്തെ അതിൻ്റെ പേര് അഖിസാർ. ഈ മിഡിൽ ഈസ്റ്റിലെ പേരൊക്കെ പറയാൻ ഇച്ചിരി പാടുണ്ട്. അഖിസാർ എന്നാണ് ഈ തുയത്തൈരെ അറിയപ്പെടുന്നത്. ഇന്നും അവിടെ ചില വിശ്വാസികളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 1948 ഏതാണ്ട് 1000-ഓളം കുടുംബങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അവർ ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ചിലും അർമേനിയൻ ചർച്ചിലുമായിട്ട് ഉള്ളവരായിരുന്നു. എന്നാൽ ഇന്ന് അതിൻ്റെ എണ്ണം കുറഞ്ഞു പോയിട്ടുണ്ട്. ഡോമിനൻ്റ്ലി മുസ്ലിങ്ങൾ പാർക്കുന്ന സ്ഥലമാണിത്. എന്നാൽ ഇന്നും ക്രിസ്ത്യാനികൾ തുച്ഛമായിട്ട് അവിടെ ഉണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയത്തില്ല. ഇവിടെ എപ്പോഴും ഈ സൂര്യദേവന് യാഗം കഴിച്ചുകൊണ്ട് യാഗത്തിൻ്റെ ധൂപം എപ്പോഴും ഉയരുന്ന ഒരു സ്ഥലമായിരുന്നു ഇത് എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ അതിൻ്റെ ഇടയിൽ കർത്താവ് പറയാണ്, അഗ്നിജാലയ്ക്ക് തുല്യം കണ്ണുള്ളവൻ നിങ്ങളോട് അരുളി ചെയ്യുന്നു. കർത്താവായ ക്രിസ്തയേശുവിനെ കുറിച്ച് പറയുമ്പോൾ അവന് സൂര്യകാന്തം പോലെ, അവന് സൂര്യനെ പോലെ പ്രഭയുള്ളവൻ, അഗ്നിജാലയ്ക്ക് ഒത്ത കണ്ണുള്ളവൻ, മാറത്ത് പൊൻകച്ച് കെട്ടി കർത്താവിനെക്കുറിച്ച് വിവരിക്കുന്ന ആദ്യ ഭാഗം ആ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയുള്ള കർത്താവ് അധികാരസ്ഥനാണ്. ഈ സഭകളുടെ മേൽ അധികാരമുണ്ട്. അഗ്നിക്കൊത്ത കണ്ണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എക്സ്റേ പോലെ, നമുക്കറിയാം എക്സ്റേ എടുക്കുമ്പോൾ ആന്തരികമായ കാര്യങ്ങളെ അത് പിക്ചറിൽ കൊണ്ടുവരികയാണ് എന്ന് പറയുന്ന പോലെ അഗ്നിജാലയ്ക്കുള്ള എക്സ്റേ പോലെ പ്രകാശിക്കുന്ന കർത്താവിൻ്റെ നയനങ്ങൾ ആന്തരികമായി ഹിഡനായി കിടക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഉള്ളതുപോലെ റെക്കോർഡ് ചെയ്യുന്നതാണ്. നമുക്ക് പലപ്പോഴും ദൈവത്തെക്കാൾ ഭയം മനുഷ്യരെയാണ്. നമ്മുടെ ഹൃദയത്തിലുള്ള ചിന്തകളോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളോ 4 പേരറിയുന്നത് നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിലും ദൈവം അറിയുന്നതിൽ വലിയ പേടിയില്ലെന്ന് തോന്നിപ്പോകും. ആ സ്ഥിതിയിൽ മാറ്റം വരുത്തണം. നമ്മുടെ സന്നിധാനം എപ്പോഴും ഉള്ളവനും അവൻ്റെ സന്നിധിയിൽ ഒന്നും മറഞ്ഞിരിക്കാത്തവനും സകലതും അവൻ്റെ മുമ്പിൽ ഓപ്പണുമായിട്ടുള്ള ഒരു ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ കർത്താവിനെക്കുറിച്ച് പറയുന്നത് അഗ്നിജാലയ്ക്ക് തുല്യം കണ്ണുള്ളവനായ കർത്താവ് നമ്മളെ ഉള്ളതുപോലെ അറിയുന്നു. അപ്പോൾ അവൻ്റെ സന്നിധിയിൽ മറവായിട്ട് ഒന്നുമില്ല. ആകയാൽ നമ്മുടെ ജീവിതത്തിൽ പെശകുകളൊന്നും ഉണ്ടാകത്തില്ലെന്നല്ല ഞാൻ പറയുന്നത്. ചിന്തയിലോ വാക്കിലോ ക്രിയയിലോ തെറ്റുകളില്ലാത്ത ഒരു മനുഷ്യനും ഇന്ന് ലോകത്തിലില്ല. എന്തെങ്കിലുമൊക്കെ കുറവുകളും കുറ്റങ്ങളും ഉള്ളവരാണ്. എന്നാൽ നമ്മൾ ഗ്രഹിച്ചിരിക്കേണ്ട ഒരു കാര്യം, എൻ്റെ കർത്താവ് എന്നെ ഉള്ളതുപോലെ അറിയുന്നു, എൻ്റെ ഹൃദയ വിചാരങ്ങളെ അറിയുന്നു, ഞാൻ ചിന്തിക്കുന്നത് പോലും അറിയുന്നു, എൻ്റെ സംസാരം അറിയുന്നു, എൻ്റെ ക്രിയകൾ അറിയുന്നു. ഈ ദൈവത്തിൻ്റെ മുമ്പിൽ എനിക്കൊന്നും മറവല്ലാത്തതിനാൽ ഓരോ ദിവസവും ഓരോ നിമിഷവും ദൈവത്തോട് അടുത്തിരിപ്പാനും എന്നിൽ ഈ കുറവുകളൊക്കെ ഉണ്ട് കേട്ടോ കർത്താവേ, എന്നോട് കഴുകുകയും എന്നെ വെടിപ്പാക്കുകയും നീ ഇച്ഛിക്കുന്ന രീതിയിലും അളവിലും ജീവിപ്പാനുള്ള ശക്തി എന്നിൽ പകരുകയും ചെയ്ത് ജീവിപ്പാൻ എനിക്ക് കൃപ നൽകണമേ എന്നുള്ള പ്രാർത്ഥനാപൂർവം അനുദിന ജീവിതത്തിൽ നാം മുന്നേറുമെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും.
നമ്മളെ ബലഹീനതയുണ്ടെന്നും പറഞ്ഞ് തള്ളിക്കളയുന്ന ഒരു കർത്താവ് അല്ല നമ്മുടെ കർത്താവ്. ബലഹീനതയിൽ ശക്തി പകരുമെന്നാണ് എഴുതിയിരിക്കുന്നത്. ആ ബലഹീനതയെ വിജയിക്കുവാൻ ആവശ്യമായ ശക്തി പകരുന്ന കർത്താവ് കൂടുണ്ട്. ആ ശക്തി പകരുന്നവനിൽ ആശ്രയിച്ചുകൊണ്ട് പോകുമെങ്കിൽ അവൻ നമ്മുടെ ബലഹീനതകളെ ക്ഷമിക്കുകയും നമ്മളെ വിജയമുള്ളവരായി ജീവിപ്പാൻ കൃപ ചെയ്ത് സഹായിക്കുകയും ചെയ്യും. ഈ സഭയെക്കുറിച്ച് കർത്താവിന് അനേകം നല്ല കാര്യങ്ങൾ പറയാനുണ്ട്. നിൻ്റെ സ്നേഹം വലുതാണ്. എഫെസൂസിലെ സഭയെ പോലല്ല. നിൻ്റെ സ്നേഹം ഇപ്പോഴും നിനക്കുണ്ട്. നിൻ്റെ പ്രവൃത്തി ആദ്യത്തേതിലും നല്ലതാണ്. നിൻ്റെ പ്രവൃത്തി കുറഞ്ഞു പോയിട്ടില്ല. നീ എവണ്ണം ആദ്യം പ്രവർത്തിച്ചോ അതിനേക്കാൾ ഉപരിയായി ഇന്ന് നീ പ്രവർത്തിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള അനേക ശ്ലാഘനീയങ്ങളായ കാര്യങ്ങൾ ഈ സഭയെക്കുറിച്ച് പറയുവാനുണ്ടെങ്കിലും അവിടെ ഒടുവിൽ പറയുകയാണ്, നീ ഒരു കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യുന്നു. നിൻ്റെ സഭയിലെ ഇസബേൽ എന്ന പേരുള്ള ഒരു സ്ത്രീയുണ്ട്. അവർ ജാതികൾക്ക് അർപ്പിക്കുന്ന വിഗ്രഹാർപ്പിതം തിന്നാമെന്നും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നീ ഉപദേശത്തിൽ അല്പം അയഞ്ഞു പോയിട്ടില്ലേ? അതുകൊണ്ട് നീ മാനസാന്തരപ്പെടണം. അത് ഞാൻ വെറുക്കുന്ന കാര്യമാണ്. ഈ വിഗ്രഹാർപ്പിതം തിന്നുക എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഇമ്മൊറാലിറ്റിയുമായിട്ട് കണക്റ്റഡാണ്. ഇമ്മൊറാലിറ്റി എന്ന് പറയുന്നത് ഐഡലൈറ്ററിയാണ്. വിഗ്രഹത്തെ ആരാധിക്കുന്നതും ഐഡലൈറ്ററി ദുഷ്പ്രവൃത്തി ചെയ്യുന്നതും എന്ന് പറഞ്ഞാൽ ധാർമ്മികമായ അധപ്പതനവും എല്ലാം ദൈവം കാണുന്നത് ഒരേ തട്ടിലാണ്. സ്പിരിച്വൽ അഡൾട്ടറി എന്നാണ് അധാർമികമായിട്ടുള്ള ജീവിതത്തെ തിരുവചനം പറയുന്നത്. പ്രൈസ് ദ ലോർഡ്. വിഗ്രഹാരാധന പോലെ തന്നെ അത് നിഷേധിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, ഞാൻ അവളെയും അവളുടെ പുത്രന്മാരെയും കൊല്ലുമെന്നാണ് പറയുന്നത് ബൈബിള്. ഞാൻ അവരുടെ മക്കളെയും കൊന്നുകളയും എന്നുള്ളൊരു പ്രവചനോടെ കർത്താവ് പറയുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ജയിക്കുന്നവർക്ക് ജാതികളുടെ മേൽ ഞാൻ അധികാരം നൽകും. അതിൻ്റെ 26-ാം വാക്യത്തിൽ പറയാം, ജയിക്കുന്നവനെ ഞാൻ ജാതികളുടെ മേൽ അധികാരം നൽകും. പ്രൈസ് ദ ലോർഡ്. ഇവിടെ ദൈവപുത്രൻ എന്നുള്ള പദപ്രയോഗമാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവപുത്രൻ അരുളി ചെയ്യുന്നു. എന്നാൽ മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ 1-ാം അധ്യായത്തിൽ, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലും പറയുന്ന മനുഷ്യപുത്രൻ എന്നാണ് പറയുന്നത്. എന്നാൽ ഇവിടെ പറയുന്നു ആധികാരികത, ദൈവപുത്രൻ. അതിന് വേറൊരു കാരണം കൂടെ ഉണ്ട്. അതായത് ഇവിടെ അപ്പോളോ എന്നുള്ള ദേവനെ ആരാധിക്കുന്നവരുണ്ട്. ഈ അപ്പോളോ എന്നൊക്കെ പറയുന്നത് ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് അവകാശപ്പെടുന്ന ഒരു ആരാധനാമൂർത്തിയാണ്. അപ്പോൾ ഇവിടെ കർത്താവ് പറയുകയാണ്, അപ്പോളോ ദേവനല്ല, സാക്ഷാൽ ദൈവം മനുഷ്യനായി അവതരിച്ച ദൈവപുത്രൻ അരുളി ചെയ്യുന്നു. വേദപുസ്തകത്തിൽ ദൈവപുത്രൻ എന്ന കർത്താവിനെ പരാമർശിക്കുന്നതെല്ലാം ദൈവം തന്നെ എന്നുള്ള അർത്ഥത്തിലാണ്. ജയിക്കുന്നവർക്ക് ഞാൻ ജാതികളുടെ മേൽ അവകാശം നൽകും. നമ്മൾ വിജയികളായി തീരണമെന്നുള്ളതാണ് കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള ആഗ്രഹം. സൂര്യദേവനെക്കുറിച്ച് പറയുന്നത് ദൈവപുത്രനാണ് എന്നാണ് അവർ കരുതുന്നത്. അവരുടെ ചിന്താഗതി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആരാധന എടുക്കുന്നത്. ദുർനടപ്പിനെ ശാസിക്കുന്നു, വിഗ്രഹാരാധനയെ ശാസിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഈ സഭയുടെ അപകടത്തിന് കാരണമായ വിഗ്രഹാർപ്പിതം തിന്നുന്നതും അധാർമികതയും മാറ്റി അവരെ പൂർണ്ണതയിലേക്ക് വഴി നടത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ദൈവപുത്രൻ, അധികാരമുള്ള ദൈവപുത്രൻ പറയുകയാണ്, നിൻ്റെ പ്രവൃത്തി നല്ലതാണ്, നിൻ്റെ സ്നേഹം നല്ലതാണ്, നിൻ്റെ വിശ്വാസം നല്ലതാണ്, നിൻ്റെ ശുശ്രൂഷ നല്ലതാണ്, നിൻ്റെ സഹിഷ്ണുത നല്ലതാണ്, നിൻ്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിനേക്കാൾ ഉത്തമമാണ്. കാര്യമൊക്കെ ശരിയാണെങ്കിലും നീ ഇസബേൽ എന്നുള്ള ഈ ഉപദേശ പെശകുള്ള വിഷയത്തെ നീ അംഗീകരിക്കുന്നു. അതുകൊണ്ട് നീ മാനസാന്തരപ്പെടണമെന്നുള്ള അർത്ഥമാണ് അവിടെ പറയുന്നത്. നിൻ്റെ സ്നേഹം വലുതാണ്. ഈ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് ഇംഗ്ലീഷിൽ ലവ് എന്നുള്ള ഒറ്റ വാക്കേ ഉള്ളെങ്കിലും ഗ്രീക്ക് ലാംഗ്വേജിൽ അതിന് 4 പദങ്ങളുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നുകൂടെ പറയാം. അതിൽ ഒന്നാമത്തേത് ഇറോസ് എന്നുള്ള പദമാണ്. ഭാര്യ ഭർത്തൃക്കന്മാർക്ക് ശാരീരികമായും എല്ലാ രീതിയിലുള്ള സ്നേഹമാർന്ന ഇടപെടലിനെയാണ് ഇറോസ് എന്നുള്ള ഗ്രീക്ക് പദത്തിൽ നിന്ന് അർത്ഥമാക്കുന്നത്. അതിനും ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ലവ് എന്നാണ്. അതിന് വേറൊന്ന് സ്റ്റോർജ് എന്നാണ്. സ്റ്റോർജ് എന്നുള്ള പദത്തിൻ്റെ അർത്ഥം കുടുംബത്തിൽപ്പെട്ട നമ്മുടെ സഹോദരങ്ങളെ, അതുപോലെ വേണ്ടപ്പെട്ടവരെ, കസിൻസ്, ഇവരോടൊക്കെയുള്ള ഒരു പ്രത്യേക സ്നേഹം. അതിന് സ്റ്റോർജ് എന്നുള്ള ഗ്രീക്ക് പദമാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ നമ്മുടെ ഇംഗ്ലീഷിൽ അതിന് ലവ് എന്നുള്ള പദം മാത്രമേ ഉള്ളൂ. മൂന്നാമത്തേത് ഫീലിയ എന്നുള്ള അർത്ഥം. അതുങ്ങൾ മിത്രങ്ങൾ, നമ്മുടെ കൂടെ പഠിച്ചവർ അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള
പരിചയക്കാരെ ഇവരോടൊക്കെയുള്ള സ്നേഹത്തിനാണ് ഫീലിയ എന്ന് പറയുന്നത്. ഇതൊന്നും മേളി പറഞ്ഞ രണ്ട് വികാരങ്ങൾ അതിനകത്തില്ല. ഫീലിയ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ പണ്ട് പഠിച്ചൊരു സ്നേഹിതൻ അല്ല സ്നേഹിത, അവരെ അപ്പുറം കൂട്ടുകാർ, അവരെ കാണുമ്പോഴുള്ള ആ നല്ല ഫീലിങ്ങിനാണ് ഫീലിയ എന്ന് പറയുന്നത്. എന്നാൽ ഇതും വളരെ അപൂർവമായിട്ടേ ബൈബിളിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന 4ാമത്തെ പദപ്രയോഗമാണ് ഗ്രീക്ക് ലാംഗ്വേജിൽ ലവിന് ഉപയോഗിച്ചിരിക്കുന്ന അഗപ്പേ. അഗപ്പേ എന്നുള്ള പദത്തിന് ദൈവത്തിൽ നിന്നുള്ള സ്നേഹം, ദൈവസ്നേഹം, ആ ദിവ്യമാർന്ന സ്നേഹപ്രയോഗത്തെയാണ് ബൈബിളിൽ കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. 113 പ്രാവശ്യം അത് നൗണായിട്ടും 135 പ്രാവശ്യം വെർബലായിട്ടും വേർബായിട്ടും അത് ന്യൂ ടെസ്റ്റമെൻറ്റിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 22 പ്രാവശ്യം ഫീലിയ അല്ലെങ്കിൽ സഹോദരവർഗ്ഗങ്ങളോടുള്ള സ്നേഹം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. റോമാലേഖനത്തിൽ ചുരുക്കമായിട്ട് സ്റ്റോർച്ച്, കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ ഇറോസ് എന്നുള്ള പദം ബൈബിളിൽ ഉപയോഗിച്ചിട്ടേ ഇല്ല ന്യൂ ടെസ്റ്റമെൻറ്റിൽ എന്നുള്ളത് നമ്മൾ ഓർക്കണം. സ്നേഹത്തോടുള്ള പദത്തിലുള്ള ട്രാൻസ്ലേഷൻ ഇവിടെ ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ ദൈവം പറയുകയാണ്, നിനക്ക് ആ ദൈവസ്നേഹമുള്ളവനാണ് നീ അത് കീപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നല്ലതാണെങ്കിലും അധർമ്മം പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സ്ത്രീയെ നീ അത് പറയുവാൻ അനുവദിച്ചു, അല്ലെ അവരെ ടോളറേറ്റ് ചെയ്യുന്നു എന്നുള്ള കുറ്റമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു പക്ഷേ അവരുടെ പേര് ഒറിജിനലി ഇസബേൽ എന്നായിരിക്കുകയില്ല. ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു. ഇസബേലിനെ നമുക്കറിയാം, പഴയ നിയമത്തിൽ നമ്മളാരും നമ്മുടെ പിള്ളേർക്ക് ഇസബേൽ എന്നൊന്നും പേരിടാറില്ല. ബെല്ല എന്നൊക്കെ വേണമെങ്കിൽ പട്ടിക്കിടും എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ എന്നുള്ള അർത്ഥത്തിൽ തന്നെ, അല്ലാതെ ഇസബേൽ എന്നുള്ള പദപ്രയോഗം ഉപയോഗിക്കാറില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഇസബേൽ ആരെയായിരുന്നു എന്ന്. ഇസബേലിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. ഇസബേലിനെ വിൻഡോയിൽ കൂടെ തള്ളിയിടുന്നതും യേഹുവിൻ്റെ ആൾക്കാരെ കൊല്ലാനായിട്ട് ചെല്ലുന്നതിന് മുമ്പ് അവിടെ തല തെറിച്ചു പോകുന്നതും നായ്ക്കൾ അവളുടെ മാംസം തിന്നുന്നതുമായിട്ടൊക്കെയുള്ള ചരിത്രം പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. കാരണം അവൾ ആഹാബിൻ്റെ കൂടെ, ഭർത്താവ് ആഹാബ് രാജാവാണ്, ഇസബേൽ ഒരു രാജപുത്രിയാണ്, അതുപോലെ തന്നെ രാജാവിൻ്റെ ഭാര്യയാണ്. ബാലിൻ്റെ ആരാധനയാണ് അവൾക്ക് ഇഷ്ടം, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നു, അധാർമികതയുടെ മൂർത്തീകരണം. ഇങ്ങനെയുള്ള ഒരു സ്ത്രീയായിട്ടാണ് ഇസബേലിനെ പഴയ നിയമത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ആ ഒരു പേരിൽ ഈ സ്ത്രീ അറിയപ്പെടുന്നു എന്നുള്ളതായിരിക്കാം കാരണം എന്ന് ഞാൻ ഊഹിച്ചു പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു പക്ഷേ ഈ പർട്ടിക്കുലർ ചർച്ചിലുള്ള ഈ തുതൈര ചർച്ചിലുള്ള ഈ പഠിപ്പിച്ച സ്ത്രീയുടെ പേര് അങ്ങനെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പൊതുവേ പറഞ്ഞാൽ ഈ സഭയിലെ ആളുകൾ നല്ല സ്നേഹവും സന്തോഷവും പ്രവൃത്തിയും ഒക്കെ ഉള്ളവരാണ്. അപ്പോൾ അതിനാ കർത്താവ് പറയുകയാണ്, ഇങ്ങനെയുള്ളവരുമായിട്ട് നമ്മൾ കോംപ്രമൈസ് ചെയ്താൽ പാടില്ല. ഒരു തെറ്റിനെയും കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് ആളിനെ വെറുക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല, ആളിനെ സ്നേഹിക്കുമ്പോൾ തന്നെ ആ തെറ്റിനെ കറക്റ്റ് ചെയ്യുന്ന സ്നേഹം നിന്നിലുണ്ടായിരിക്കണം. തെറ്റിനെ അംഗീകരിക്കാൻ പാടില്ല. തെറ്റെന്തോലും ഒരാളിൽ നിന്ന് വന്നാൽ ആളിനെ വെറുക്കുക എന്നുള്ളതല്ല, ആ തെറ്റിനെ നാം വെറുത്തുകൊണ്ട് ആ ആളിനെ കറക്ഷനിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അനേക ഗുണങ്ങളുണ്ട് ഈ സഭയ്ക്ക്. എന്നാൽ സഭയിലുള്ള ഒത്തിരി ഗുണങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, പ്രവൃത്തിയുണ്ട്, സ്നേഹമുണ്ട്, വിശ്വാസമുണ്ട്, ശുശ്രൂഷയുണ്ട്, സഹിഷ്ണുതയുണ്ട്. പ്രവൃത്തി, അവരുടെ നല്ല പ്രവൃത്തി ആരംഭത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ഇപ്പോഴുമുണ്ട്. പക്ഷെ തെറ്റ് പഠിപ്പിക്കുന്നതിനെ അംഗീകരിച്ചു എന്നുള്ള തെറ്റാണ് ഈ സഭയോട് പറയുന്നത്. ഈ ആ വിഷയത്തിൽ മാനസാന്തരപ്പെടുക, അധാർമികതയെ അംഗീകരിക്കുന്ന ഒരു പഠനമാണ് അവിടെ വന്നത്. അതിൽ നിന്ന് നീ വിടുതൽ പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. ലോകസ്നേഹം വ്യഭിചാരത്തിന് സമാനമാണ് എന്ന് തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. യാക്കോബിൻ്റെ ലേഖനം 4:4, പുറപ്പാട് പുസ്തകം 34, അതുപോലെ ഹോശേയ പ്രവചനം 9:1. ഇവിടെ എല്ലാം നമ്മൾ കാണുന്നു ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്, ദൈവത്തെ സ്നേഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിൽ ഇപ്പം നമ്മൾ ജീവിക്കുന്ന ഒരു വസ്ത്രം വേണം. ആ ലോകത്തോടുള്ളതിനോടുള്ള സ്നേഹമല്ല, അതൊരാവശ്യമാണ് എന്നുള്ളതല്ലാതെ ലോകത്തെ സ്നേഹിക്കരുത്, ദൈവത്തെ സ്നേഹിക്കണം എന്നുള്ള ദർശനമാണ് ഇവിടെ തരുന്നത്. ഇവർക്ക് തന്നിരിക്കുന്ന മുന്നറിയിപ്പ് അവിടെ കൊടുക്കുന്നു. 2:21 തൊട്ട് 23 വരെ ഒന്ന് വായിച്ചേ. എന്താ മുന്നറിയിപ്പ്? മാനസാന്തരപ്പെടാഞ്ഞാൽ എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. ഞാൻ ഉൾപ്പുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. നിങ്ങളുടെ പ്രവൃത്തിക്ക്
മതി. എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും ഹൃദയത്തിലേക്ക് ശേഷം പേരോട് വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല. മതി. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ദൈവത്തിന് വേണ്ടി ചെയ്യാൻ. ദൈവം എന്നെ ഏൽപ്പിച്ചതാണ് എന്നുള്ള ആ ഒരു ഭാരത്തോടു കൂടി നമ്മൾ കർത്താവിൻ്റെ വേലയിൽ ചിലതൊക്കെ ചെയ്യുന്നു. അത് നമ്മൾ അവസാനം വരെ കീപ്പ് ചെയ്യുന്നതിൽ വിശ്വസ്തരായിരിക്കണം. അതുപോലെ നാം ഏറ്റുവാങ്ങിയ ചില കാര്യങ്ങളുണ്ട്. വ്യക്തിപരമായിട്ട് നമ്മളെ അറിഞ്ഞില്ലെങ്കിൽ തന്നെ നമ്മൾ ചില കാര്യങ്ങളെ ഏറ്റെടുത്ത് നടത്താറുണ്ട് ദൈവത്തിന് വേണ്ടി. ഇപ്പോൾ ഒരാൾ പാടുന്നു, അത് ദൈവം നേരിട്ട് പറഞ്ഞ കാര്യമല്ല, എന്നാൽ അത് ഏറ്റെടുത്ത് ചെയ്യുന്നു. ഇതിലൊക്കെ വിശ്വസ്തതയായിട്ട് അന്ത്യം വരെ നിലനിൽക്കണം എന്നുള്ളത് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ സാത്താൻ്റെ ആഴങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു പദപ്രയോഗം കണ്ടു, സാത്താൻ്റെ ആഴങ്ങളിലേക്ക് കടക്കാത്തവർ. ഇപ്പോൾ നമ്മൾ സാത്താനെക്കുറിച്ച് അറിയുന്നത് പോലെയല്ല സാത്താൻ വർഷിപ്പുകാർ സാത്താനെ അറിയുന്നത്. സാത്താൻ്റെ ആഴങ്ങൾ അറിഞ്ഞവരവർ സാത്താനെ. എന്നാൽ ദൈവത്തിൻ്റെ ആഴങ്ങളെന്നുള്ള ഒരു പദപ്രയോഗമുണ്ട്. നമ്മുടെ 1 കൊരിന്തി 2-ാം അധ്യായം 10-ാം വാക്യം ഒന്ന് വായിച്ച്. 1 Corinthians chapter 2 verse 10. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു, ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. ആത്മാവ് ദൈവത്തിൻ്റെ ആഴങ്ങളെ ആരായുന്നു. നമ്മിൽ പകർന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായത്തോടു കൂടി മനുഷ്യന് ശരീരം, മനസ്സ്, ആത്മാവ്, ഈ 3 ഘടകങ്ങളുള്ളതിൽ നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവോട് ചേർന്നുകൊണ്ട് ദൈവത്തിൻ്റെ ആഴങ്ങളെ അറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി ഹൃദ്യമായി നാം ദൈവത്തോട് അടുക്കുന്നത് പോലെ സാത്താൻ്റെ ആഴങ്ങളെ അറിയുന്നവർ അവരുടെ കൂട്ടത്തിലുണ്ട്. അതിൽ പെടാത്തവരുമുണ്ട്. നമ്മളിപ്പം ചിന്തിക്കുമ്പോൾ നമ്മുടെ ആയിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടോ? ഇന്ന് സാത്താൻ്റെ പള്ളികളുള്ള പല പട്ടണങ്ങളുമുണ്ട്. കേരളത്തിലുണ്ട്, കൊച്ചിയിലൊക്കെ ഉണ്ട്. നമ്മൾ അറിയപ്പെടാത്ത പലയിടത്തും സാത്താൻ്റെ പള്ളികളുണ്ട്. പബ്ലിക്കായിട്ട്, പ്രൈവറ്റായിട്ട് എത്രയോ അധികമുണ്ട്. അപ്പോൾ അവർ ആരാധിക്കുന്നത് സാത്താനെയാണ്. ആ സാത്താൻ്റെ ആഴങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായത്തോടു കൂടി നാം ദൈവാത്മാവിൻ്റെ ആഴങ്ങളെ അറിയുന്നത് പോലെ അവർ ഗ്രഹിക്കുന്നത് സാത്താൻ്റെ ആഴങ്ങളാണ്. അങ്ങനെയുള്ള ആളുകൾ നിവസിക്കുന്ന ഒരു സ്ഥലമാണ് തുതൈര. അവിടെ നിങ്ങൾ പരമാർത്ഥികളായി നിൽക്കുന്നു, അവൻ്റെ ആഴങ്ങളിലേക്ക് പോയിട്ടില്ല. എങ്കിൽ തന്നെ ജീവിതത്തിലുള്ള ചെറുതായിട്ടുള്ള തെറ്റുകളാണെങ്കിലും അതിനെ കറക്റ്റ് ചെയ്ത് അനുദിനം ദൈവത്തോട് പറ്റി നിൽക്കണമെന്നുള്ള വലിയ ശക്തമായ പ്രബോധനമാണ് നമ്മളിവിടെ ലഭിക്കുന്നത്, നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ജയാളികൾക്കുള്ള പ്രതിഫലം നമ്മളിവിടെ കാണുന്നു. 26 തൊട്ട് 29 വരെയുള്ള ഭാഗങ്ങളിൽ നമ്മളത് കാണുന്നുണ്ട്. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയിക്കും. അവർ കുശവൻ്റെ പാത്രങ്ങൾ പോലെ നുറുകിപ്പോകും. ഞാൻ അവന് ഉദയനക്ഷത്രവും കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ജയിക്കുന്നവന് ക്രിസ്ത്യ ജീവിതം വിജയിക്കുന്ന ജീവിതമായിരിക്കണം, ഒത്തുവരുത്ത ജീവിതമാകാൻ പാടില്ല. നമ്മളെ ജയിക്കാനായിട്ടാക്കി വെച്ചിരിക്കുന്നത്. കർത്താവായ ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവൻ ജയിച്ചവനാണ്. എന്തിനെയൊക്കെ ജയിച്ചു? അവൻ ലോകത്തെ ജയിച്ചു, യേശു പാപത്തെ ജയിച്ചു, യേശു പിശാചിനെ ജയിച്ചു. അതുപോലെ ഒരു ഭക്തൻ ലോകത്തെയും പാപത്തെയും പിശാചിനെയും ജയിക്കുന്നവനായി ജയാളിയായി നിന്നാൽ കർത്താവ് വാഗ്ദത്തം ചെയ്യുകയാണ്, ജാതികളെ നിങ്ങൾ ഭരിക്കേണ്ടതിന് ദൈവം നിങ്ങൾക്ക് അധികാരം തരും. പ്രൈസ് ദി ലോർഡ്. അതുപോലെ കർത്താവായ ക്രിസ്തുവിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് അവന് ജാതികളുടെ മേൽ അധികാരമുണ്ട്. ഇന്ന് നമ്മൾ പറയും, അവിടെ ജാതീയ ഭരണമാണ്, ദൈവ രീതിയിലുള്ള ഭരണമല്ല. എന്നാൽ ഒരു ദിവസം വരും കർത്താവ് സകലത്തെയും ഈ ലോകത്തിൽ അടക്കി ഭരിക്കും. അപ്പോൾ കൂടിരുന്ന് ഭരിക്കുന്ന ആരാണ്? അവൻ്റെ സഭയാണ്. യഹൂദന്മാർ ആ സത്യം അറിയുന്നില്ല. വാസ്തവത്തിൽ ഈ അനുഗ്രഹം ലഭിക്കേണ്ടത് യഹൂദനാണ്. അവൻ സ്വന്തമായവരുടെ അടുത്തേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അതുകൊണ്ട് ജാതികളിൽ നിന്നുള്ളവരെ വിളിച്ചുകൂട്ടി അവർക്ക് ദൈവം ഈ പ്രത്യേക അനുഗ്രഹം കൊടുത്ത് മക്കളാക്കി തീർത്തു. അവരാണ് ക്രിസ്തീയ വിശ്വാസികൾ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സ്വന്തം ജനമായ ഇസ്രയേലിന് പോലും ലഭിക്കാത്ത ഒരു ഭാഗ്യാവസ്ഥയാണ് കർത്താവ് സഭയ്ക്ക് നൽകിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു ജാതികളെ ഭരിക്കും.
അവനോട് കൂടിയിരുന്ന് ഭരിക്കുന്നത് അവൻ്റെ സഭയായി വിളിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. അതിന് ഗ്രീക്ക് ഭാഷയിൽ പറയുന്നത്, സഭയ്ക്ക് പറയുന്ന പേര് എക്ലേഷ്യ എന്നാണ്. അതിൻ്റെ അർത്ഥം വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം എന്ന് മാത്രമേ ഉള്ള അതിനർത്ഥമുള്ളൂ. അതുണ്ടായി വന്നത് ലാറ്റിൻ പദപ്രയോഗത്തിൽ നിന്നാണ്. ലാറ്റിനിലെ റോമിനെ ഭരിക്കുവാനായിട്ടൊരു എക്ലേഷ്യ ഉണ്ടായിരുന്നു. ആ എക്ലേഷ്യ എന്ന് പറയുന്നത് അവിടെയുള്ള ഗവർണേഴ്സിന് സമാനമായ, അല്ലെങ്കിൽ പാർലമെൻ്ററി മെമ്പേഴ്സായിട്ടുള്ള ആളുകൾ ഇതിനെ ഗവൺമെൻറ്റിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വിളിച്ചു വേർക്കപ്പെട്ട ചക്രവർത്തിയുടെ ഒരു കൂട്ടമാണ്. ഒരു മന്ത്രിസഭ പോലെ, ഒരു ക്യാബിനറ്റ് പോലെ. അവരാണ് ഈ ജാതികളെ ചക്രവർത്തി ഭരിക്കുമ്പോൾ ചക്രവർത്തിക്ക് ഗൈഡൻസ് കൊടുക്കുകയും നിർദ്ദേശം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ എക്ലേഷ്യയാണ്. എന്ന് പറയുന്നത് പോലെ നമ്മൾ കർത്താവിനോടുകൂടെ ലോകത്തെ ഭരിക്കാൻ ദൈവത്താൽ വിളിച്ച് ക്രിസ്തയേശുവിനാൽ വേർതിരിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ അനുദിനം നമ്മെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു കൂട്ടമാണ് എക്ലേഷ്യ, അല്ലെ സഭ എന്നുള്ള അർത്ഥത്തിലൂടെ നാം ഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ജാതികളുടെ മേൽ എന്തോ അത് മ്യൂട്ടിലിടണേ പ്ലീസ്, മ്യൂട്ടിലിടണം പ്ലീസ്. പ്രൈസ് ദി ലോർഡ്. ജാതികളുടെ മേൽ അവകാശം കൊടുക്കുമെന്ന്, ഇസ്രായേൽ ഗോത്രങ്ങൾ 12 നിങ്ങൾ ഭരിക്കുമെന്ന് അപ്പോസ്തലന്മാരോടുള്ള ബന്ധത്തിൽ കർത്താവ് പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 6:2 പറയുന്നുണ്ട്, നിങ്ങളെ സകല ലോകത്തെയും ഭരിക്കുവാൻ നിങ്ങൾക്ക് അധികാരം തരും. പത്രോസിനോട് 12 അപ്പോസ്തലന്മാരോട് പറയുകയാണ്. 1 കൊരിന്ത്യർ 6:3 പറയുന്നുണ്ട്, നിങ്ങളെ ദൂതന്മാരെ വിധിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പം ദൂതന്മാരെ വരെ ഭരിക്കാനും നിയന്ത്രിപ്പാനും ഉള്ള ഒരു അധികാരമാണ് ദൈവം തന്നിരിക്കുന്നത്. അപ്പം ദൈവം ദൂതന്മാരെക്കാൾ ഉന്നതമായ ഒരു അധികാരത്തോടും കാഴ്ചപ്പാടോടും കൂടെയാണ് മനുഷ്യനെ സൃഷ്ടിക്കുകയും ആക്കി വച്ചിരിക്കുകയും ചെയ്യുന്നത്. കർത്താവിനോട് കൂടി ഇരിക്കുന്ന സ്വന്തം മക്കളെ പോലെ ഒരു ചക്രവർത്തി ഭരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മക്കളായിരിക്കും മിക്കവാറും സമീപ അനക്സായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലെയും പ്രിൻസ് അല്ലെങ്കിൽ പ്രിൻസസ് ആയിട്ടിരിക്കുന്നവരൊക്കെ അദ്ദേഹത്തിൻ്റെ മക്കളായിരിക്കും മറ്റ് സ്ഥലങ്ങളിൽ. എന്ന് പറഞ്ഞതുപോലെ കർത്താവ് ഈ ലോകത്തെ അടക്കി ഭരിക്കുമ്പോൾ അവനോട് കൂടെ വാഴാനുള്ള ഒരു അധികാരമാണ് സഭയ്ക്ക് ദൈവം തന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ കണ്ടാൽ കാല് വേദനിക്കുന്നു, കൈ വേദനിക്കുന്നു, അല്ലെ മൂക്ക് ചൊറിയുന്നു, ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന അവസ്ഥയിലാണെങ്കിലും കർത്താവ് നമ്മളെ വിളിക്കുകയും വേർതിരിക്കുകയും ചെയ്തിരിക്കുന്നത് തൻ്റെ മക്കളായി തന്നോടുകൂടെ ലോകത്തെ ഭരിക്കുവാനാണ്. വെളിപ്പാട് പുസ്തകം 22:16 ഇങ്ങനെ പറയുന്നു, ശുഭ്രമായ ഉദയനക്ഷത്രം എന്നവിടെ പറയുന്നുണ്ട്. അത് കർത്താവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ജയിക്കുന്നവന് കർത്താവ് തന്നെ അതിനെ കൊടുക്കുകയാണ്, നമുക്ക് തന്നെ തന്നെ തരികയാണ്. എന്നിട്ടിവിടെ പറയുകയാണ്, ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നുള്ള ഒരു പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്നാ? ചെവിയില്ലാത്തവരാണെന്ന് നാം. ചെവി ഉണ്ടെങ്കിൽ കേൾക്കുന്നത് ഗ്രഹിക്കുന്നവനെയാണ് ചെവിയുള്ളവനെന്ന് പറയുന്നത്. ഒരു ചെവിയിൽ കൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ പോയി എൻ്റെ മനസ്സിലൊന്നും നിന്നില്ല എന്നുള്ള നിലപാടിലുള്ളവരെ കുറിച്ചല്ല. കേൾക്കുമ്പോൾ അതിനെ ഗ്രഹിക്കുന്നു, അതിനെ ഗ്രഹിക്കണം എന്നുള്ള താല്പര്യതയുള്ള ആളുകളെയാണ് ചെവിയുള്ളവൻ കേൾക്കുന്നു എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കണ്ടത് സെക്ഷൽ ഇമ്മോറാലിറ്റി, ധാർമ്മികമായ അധപ്പതനം, ഇമ്മോറാലിറ്റി, അതാണ് ദൈവം വെറുക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. അതിൽ നിന്ന് നാം ഒഴിഞ്ഞിരിക്കണം എന്ന് പറയുമ്പോൾ മാര്യേജ് ലൈഫിന് വെളിയിലുള്ള എല്ലാ സെക്ഷൽ ലൈഫും ദൈവത്തിന് അഹിതമാണ്. അതിനെയാണ് ഇമ്മോറാലിറ്റി എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ വിവാഹം എല്ലാവർക്കും മാന്യമാണ്, കിടപ്പ് നിർമ്മലമാണെന്ന് ദൈവവചനം പറയുന്നതിലൂടെ കുടുംബജീവിതത്തിലുള്ള അതിനെയൊക്കെ ദൈവം അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഗ്രഹിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പം വിശ്വസ്തരായിരിക്കുക, സകലത്തിലും വിശ്വസ്തരായിരിക്കണം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതിൽ എന്നുള്ള ഒരു വലിയ പദപ്രയോഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഉദാഹരണമായിട്ട് ലൂക്കോസ് 19:17 അറിയുന്നുണ്ട്, അല്പത്തിൽ വിശ്വസ്തനെ നീ 10 പട്ടണങ്ങൾക്ക് അധികാരിയായിരിക്കുക. രാജാവ് പറയുകയാണ്, നീ അല്പത്തിൽ വിശ്വസ്തനാണ്, ഞാൻ നിന്നെ ചില താലന്തുകൾ ഏൽപ്പിച്ചു, നീ അതിൽ വിശ്വസ്തനായിരുന്നതുകൊണ്ട് നീ 10 പട്ടണങ്ങളെ ഭരിച്ചു, രാജാവ് പറയുന്നു. അതുപോലെ 1 കൊരിന്ത്യർ 6:2 പറയുന്നു, വിശുദ്ധന്മാർ ലോകത്തെ ഭരിക്കും. യേശു ലോകത്തെ ഭരിക്കുമ്പോൾ അവൻ്റെ വിശുദ്ധന്മാർ അവൻ്റെ കൂടെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ലോകത്തെ ഭരിക്കും. വെളിപ്പാട് പുസ്തകം 3:21 പറയുന്നു,
ഭരിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിലിരിപ്പാൻ വരം നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നോടുകൂടെ സിംഹാസനത്തിലിരിപ്പാൻ ഞാൻ വരം കൊടുക്കും. ദാനിയേൽ പ്രവചനം 12:3 പറയുന്നുണ്ട്, എന്നാൽ ബുദ്ധിമാന്മാർ ആകാശത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങൾ പോലെയും എന്നും പ്രകാശിക്കും. ഒരു ട്രാക്റ്റ് കൊടുക്കാൻ മടിക്കരുത് കേട്ടോ. ട്രാക്റ്റ് എടുത്തുകൊണ്ട് പോയി ഒരു വണ്ടിയുടെ വിൻഷീൽഡ് വെയ്യ് 10 എടുത്ത് അവർ കളയുമ്പോൾ 11ാമത്തെ ആൾ ചിലപ്പോൾ അത് വായിച്ചെന്ന് വരും. ഒരാൾ രക്ഷയിലേക്ക് വന്നെന്ന് വരാം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ സാക്ഷ്യം പറയുമ്പോൾ കർത്താവ് ചെയ്ത വലിയ കാര്യങ്ങളെ പറയാൻ നോക്കണം, നമ്മൾ ചെയ്ത വലിയ കാര്യങ്ങളെ വിളമ്പുന്നതിന് ഉപരിയായി. ദൈവം നിശ്ചയമായും നമ്മുടെ ടെസ്റ്റിമണി കേട്ട് ഒരുവിനെ മാനസാന്തരത്തിലേക്ക് നയിക്കത്തില്ലെന്ന് ആര് പറഞ്ഞു? പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിൻ്റെ സുവിശേഷം 22:28-29 വായിക്കുമ്പോൾ, എൻ്റെ പിതാവിനിക്ക് രാജ്യം നിയമിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്കും നിയമിച്ചു തരുന്നു. അപ്പോൾ ഈ രാജ്യഭരണം യേശു ഈ ലോകത്തിൽ നടക്കുമ്പോൾ തൻ്റെ ഭക്തന്മാരും അവനോടുകൂടെ ഭരിക്കുന്നവരായിരിക്കും. ഇത് വേദപുസ്തകം തെളിച്ച് പറയുന്നുണ്ട്. കർത്താവിൻ്റെ ഒരു വലിയ ഇഷ്യൂ പഠിപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ രാജ്യം സ്ഥാപിക്കും. അതുകൊണ്ടാണ് പീലാത്തോസ് ചോദിക്കുന്നത്, നീ രാജാവ് തന്നെയോ? അതുവരെ ഉണ്ടാതിരുന്ന യേശു പറയുന്നു, ഞാൻ രാജാവ് തന്നെ. സത്യത്തിന് സാക്ഷ്യം വഹിപ്പാൻ ഞാൻ ഈ ലോകത്തിൽ വന്നുമിരിക്കുന്നു. യേശു പ്രാർത്ഥന പഠിപ്പിച്ചെങ്ങനെ പറഞ്ഞു, നിൻ്റെ രാജ്യം വരേണമേ. അപ്പോൾ സ്വർഗത്തിലെ പോലെ ദൈവതിരിഹിതം നിറവേറ്റപ്പെടുന്ന ഒരു ഭൂമി ഉണ്ടാകണമെന്നും അവിടെ ഒരു രാജ്യഭരണം ഉണ്ടെന്നും ആ രാജ്യഭരണത്തിൽ ഭരിക്കുന്നത് കർത്താവായ ക്രിസ്തുവാണെന്നും തന്നോട് കൂടെ ഭരിക്കുന്നത് തൻ്റെ വിശുദ്ധന്മാരുമാണെന്നുള്ള യാഥാർത്ഥ്യം അവിടെ പറയുന്നു. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം എടുത്തേ, അതിൻ്റെ 5-ഉം 6-ഉം വാക്യം ഒന്ന് വായിച്ചേ. ആത്മാക്കളുടെ പക്കൽ നിന്ന് വിശ്വസ്ത സാക്ഷിയും മരിച്ചവരുടെ ആദിജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. അപ്പോൾ ഓക്കെ, അടുത്ത വാക്യം കൂടെ. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും. ആമേൻ. ആമേൻ. അപ്പോൾ അവിടെ പറയുന്നതാണ് സാക്ഷാൽ ഉദയനക്ഷത്രം എന്ന് പറയുന്ന ക്രിസ്തുവിനെ കുറിച്ചാണ്. അപ്പോൾ സാക്ഷാൽ ഉദയനക്ഷത്രമായ കർത്താവ് ഉദയശോഭയിൽ ജീവിക്കുന്ന മക്കളായിരിക്കാൻ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എന്ന് പറഞ്ഞാൽ വിശുദ്ധിയിൽ ജീവിക്കുന്ന മക്കളായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം പറയുകയാണ്, ഞാൻ സാക്ഷാൽ ദൈവത്തെക്കുറിച്ച് പറയുന്നത്, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും. നിങ്ങൾ എക്ലേഷ്യയാണ്. എൻ്റെ രാജ്യം ഭരിപ്പാൻ, എന്നോടുകൂടെ ഭരിപ്പാൻ ഞാൻ ആക്കി വെച്ച് വിളിക്കപ്പെട്ടവരുടെ സമൂഹമാണ് നിങ്ങൾ. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. നമ്മുടെ സ്വന്തം കഴിവിലൊന്നും ആർക്കും വിശുദ്ധരായിരിക്കാൻ കഴിയില്ല. ദൈവത്തിൽ ആശ്രയിക്കുക, അവൻ്റെ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടുക, ദൈവഹിതം ചെയ്യുവാൻ ഒരു ആഗ്രഹം വരട്ടെ. നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ സാധിപ്പിക്കുമെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. തുതൈര സഭയോട് പറയാനുള്ള ദൈവത്തിൻ്റെ, നീ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ നീ അല്പമായ ലോക കോംപ്രമൈസ് ചെയ്യുന്നു. അതിൽ നിന്ന് നീ ഒഴിഞ്ഞിരിക്കണം. ലോകത്തോടൊരു കോംപ്രമൈസും വേണ്ട. ചിലർ ധാരണ എങ്ങനെയാണെന്നറിയാമോ? ഈ ലോകത്തിലുള്ളവരൊക്കെ വൈനൊക്കെ കുടിക്കുമെന്നിരിക്കട്ടെ, അപ്പോൾ അതിനോട് കോംപ്രമൈസ് നീയും വൈനും കുടിച്ചാൽ അവരെ ദൈവത്തെങ്കിലേക്ക് ആകർഷിക്കാമെന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഇഫ് യു ഹാവ് നത്തിങ് ടു കോൺട്രിബ്യൂട്ട്, വൈ ഷുഡ് ദേ നീഡ് യു? ഈ ലോകക്കാർക്ക് കോൺട്രിബ്യൂഷൻ കിട്ടത്തക്കവണ്ണം നമ്മളിലൊരു ഗുണവിശേഷം ഇല്ലെങ്കിൽ എന്തിനവർ നമ്മുടെ മതം എടുക്കണം? പാപത്തിൽ നിന്ന് വേർതിരിയുവാനുള്ള മനോഭാവം നമുക്കില്ലാതെ അവരിൽ ഒരുത്തിനെ പോലെ ഞാനായിരുന്നാൽ അവനെ രക്ഷയിലേക്ക് നയിക്കാമെന്നുള്ള ചിന്താഗതി വ്യാമോഹമാണ്. അത് നടക്കത്തില്ല. നമ്മുടെ സ്വഭാവത്തിൽ വ്യത്യസ്തത ലോകവുമായി നാം കാണിക്കണം. ജീവിതത്തിൽ സ്വഭാവ വിശുദ്ധിയുള്ളവരായി, ഉപദേശ വിശുദ്ധിയുടെ പോലെ തന്നെ ജീവിത വിശുദ്ധിയിൽ നിലനിൽപ്പാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു ജയജീവിതം നയിച്ചാൽ കർത്താവ് പറയുന്നു, നിങ്ങൾ സഹിക്കുന്നെങ്കിൽ കൂടെ വാഴും. കർത്താവിനോടുകൂടെ കഷ്ടം സഹിച്ച് സഹിക്കുന്നവൻ കൂടെ വാഴും. നമുക്ക് അല്പമായ ക്ലേശങ്ങളുണ്ടാകാം, പ്രതികൂലങ്ങളുണ്ടാകാം, നമ്മെ അംഗീകരിക്കാത്ത അവസ്ഥ ചിലപ്പം ഉണ്ടായെന്ന് വരാം. എന്നാൽ കർത്താവിന് കൂടെ വിശുദ്ധിയിൽ എനിക്ക് ജീവിക്കണമെന്നുള്ള ആഗ്രഹമുള്ളവനോട് കർത്താവ് പറയുകയാണ്, നീ സഹിച്ചാൽ കൂടെ വാഴും.
ഈ വാക്കുകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ.